നമ്മളിപ്പോൾ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടും, അടിപൊളി ഫോട്ടോ വീഡിയോ സ്റ്റോറികൾ. നമുക്ക് ബീറ്റ് മ്യൂസിക് വെച്ചിട്ട് ഒരു അടിപൊളി സ്റ്റോറി ഉണ്ടാക്കുന്നത് പഠിച്ചാലോ? കിടിലൻ എഫക്റ്റിൽ ബീറ്റ് മ്യൂസിക്കിൽ ഒരു സ്റ്റോറി. നമ്മൾ പല ആപ്ലിക്കേഷൻ വെച്ചിട്ടൊക്കെ സ്റ്റോറികൾ ഉണ്ടാക്കലുണ്ട്, സ്റ്റാറ്റസുകൾ ഉണ്ടാക്കലുണ്ട്. ഈ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ നമുക്ക് ബീറ്റ് മ്യൂസിക്കിലാക്കാം. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മിവി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മിവി അടിപൊളി കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കുക നമ്മളൊന്ന് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണുക, ഇവിടെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് പ്രീസെറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് നോക്കിയിട്ട്. ഇപ്പം ഞാനിതൊന്ന് എടുത്തു നോക്കട്ടെ. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫ്രീ അൺലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നേരം ഒരു പരസ്യം നമ്മൾ കാണേണ്ടി വരും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതല്ലേ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആ പരസ്യം നമ്മളൊന്ന് കണ്ടു കളയുക. പരസ്യം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മളെ ഗ്യാലറിയിൽ നിന്ന് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. എത്ര ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 1-2 ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. എൻ്റെ മോളെയും ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ അത് പ്രോസസ്സിങ് ആകുന്ന ചെറിയ ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ അടിപൊളി ബീറ്റ് മ്യൂസിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്താന്ന്, കാരണം എനിക്ക് കോപ്പി റൈറ്റ് വരും. ഇനി നിങ്ങൾക്ക് മ്യൂസിക് നിങ്ങളെ ഗാലറിയിൽ വേണമെങ്കിൽ ഇവിടെ ഒരു മ്യൂസിക് അയക്കേണ്ട. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോക്കൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിലുള്ള ഏതൊരു പാട്ടും നമുക്ക് ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കണ്ട ബീറ്റ് മ്യൂസിക്കിൽ നല്ല അടിപൊളി എഫക്റ്റിൽ ഇതിങ്ങനെ വരുന്ന എന്തൊരു രസമാണെന്നറിയാം. നമ്മൾ കൊടുക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ ഇതിലുള്ള പ്രീസെറ്റ് ആയിട്ട് വരുന്ന മ്യൂസിക്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് നമ്മളെ ഗാലറിയിൽ അത് സേവ് ആവും. ഇവിടെ സേവ് ആകുന്ന ആ ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. സേവ് ആയി കഴിഞ്ഞ് ഇതിൻ്റെ മ്യൂസിക് ഞാൻ ഒഴിവാക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോപ്പി റൈറ്റ് വരുന്നതിന് ഇവിടുന്ന് തന്നെ നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യുക, അല്ലാണ്ട് സുഹൃത്തിന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. സംഭവം ഒന്ന് ഉപയോഗിച്ച് വെക്കുക. ഇതുപോലെ ഇതൊരു എക്സാമ്പിൾ കാണിച്ചാണ്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള അടിപൊളി എഫക്റ്റുകളിലെ നല്ല അടിപൊളി സ്റ്റോറികൾ നമുക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ടേ, അത് നമുക്കൊരു ബൂസ്റ്റാണ്. ചങ്ങായിമാർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.